നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധം ശക്തം. തന്ത്രിമാർക്കെതിരെ നടപടി വേണമെന്ന് SNDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഗുരുവായൂർ ഉത്സവത്തിന് ഇന്ന് കൊടിയേറ്റം. ആവേശമായി മാറിയ ആനയോട്ടത്തിൽ കൊമ്പൻ ബാലു ജേതാവായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ച് ആനയില്ലാ ശീവേലി നടന്നു. ദിവസവും ആനപ്പുറത്തെഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനെ വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ആനയില്ലാത്ത ശീവേലി. കടൽ മണൽ ഖനന പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. കടൽ മണൽ ഖനനത്തിന് ടെൻഡർ ലഭിച്ച കമ്പനി തന്നെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുമെന്ന പ്രഖ്യാപനം കുറുക്കന്റെ കയ്യിൽ കോഴിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് പോലെയെന്നും പ്രതാപൻ. ചാലക്കുടി പുഴയിലെ കുണ്ടൂരിൽ പാലം നിർമ്മാണത്തിനുള്ള സ്ഥലം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം നീക്കി. കുണ്ടൂരിൽ നിന്ന് പായ്ത്തുരുത്തിലേക്കുള്ള പാലം നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചു. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള കുളം നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. കുളം പൂർവ്വസ്ഥിതിയിലാക്കുവാൻ കരാറുകാരന് നിർദ്ദേശം നൽകി പോലീസ്. സ്വത്ത് തർക്കത്തിനെ തുടർന്ന് മകളുടെ ഭർത്താവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചയാളെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി പറമ്പിൽ തൊടിവീട്ടിൽ ഉമ്മറാണ് അറസ്റ്റിലായത്. കുണ്ടന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിൽ ഇടിച്ച് യുവാവിന് പരിക്കേറ്റു. തളി സ്വദേശി റഫീഖിനാണ് പരിക്കേറ്റത്. പൂങ്കുന്നം കുറ്റൂർ MLA റോഡിൽ റോഡരികിൽ കൂട്ടിയിരിക്കുന്ന മരത്തടികൾ കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC ഗുരുവായൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപം റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരന് കാറിടിച്ച് പരിക്കേറ്റു. പുതുതുരുത്തി സ്വദേശി ശങ്കരനാണ് പരിക്കേറ്റത്. വീൽചെയർ ഉപയോഗിച്ച് അംഗപരിമിതർക്ക് പൊതുഗതാഗതത്തിന്റെ ഭാഗമാകുന്നതിനുള്ള ഉപകരണത്തെക്കുറിച്ചുള്ള നൂതനാശയം അവതരിപ്പിച്ച വിദ്യാർത്ഥിക്ക് അവാർഡ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുണ്ടൂർ കരിപ്പായി വീട്ടിൽ ഭഗവത് ശ്രീ മദ്കറിനാണ് ഇൻസ്പെക്ടർ അവാർഡ് ലഭിച്ചത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സ്മാരകമായി പുതിയ ഓപ്പൺ സ്റ്റേജിന്റെ നിർമ്മാണം തുടങ്ങി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. തീരദേശ ഹൈവേ അലൈൻമെന്റ് മാറ്റിയതിനെതിരെ തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ അനിശ്ചിതകാല സായാഹ്ന ധർണയുടെ ഭാഗമായി സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു. ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസാബിൻ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. അമലാനഗർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. മുണ്ടൂരിൽ നടന്ന വനിതാ ദിനാചരണം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് MK അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹോക്കി ടീം അംഗങ്ങൾക്ക് തൃശൂർ ജില്ലാ ഹോക്കി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാർബൺ സ്റ്റിക്കുകൾ വിതരണം ചെയ്തു. ദേശീയ തലത്തിലടക്കം കുട്ടികൾ പ്രകടിപ്പിച്ച മികവ് കണക്കിലെടുത്താണ് കാർബൺ സ്റ്റിക്കുകൾ വിതരണം ചെയ്തത്. ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാറ്റുകര നാഷണൽ പബ്ലിക് ലൈബ്രറിയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തക ഷെറീന ക്ലാസ് നയിച്ചു. തമിഴ്നാട് പെരിയാർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സൗത്ത് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി വനിതാ വിഭാഗം ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മികച്ച ഗോൾ കീപ്പറായി കൊടകര സഹൃദയ കോളേജിലെ S ഐശ്വര്യ തെരഞ്ഞെടുക്കപ്പെട്ടു. 1ാം വർഷ MCOM വിദ്യാർത്ഥിനിയാണ് ഐശ്വര്യ. കടങ്ങോട് ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ സദസ്സ് സംഘടിപ്പിച്ചു. രക്ഷാധികാരി PK സലീം ഹാജി ഉദ്ഘാടനം ചെയ്തു. തിരുവിലാമല കണിയാർക്കോട് ശ്രീ കരിക്കുറ്റി അയ്യപ്പൻകാവ് താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി തെക്കുമുറി ദേശം കലാപരിപാടികൾ സംഘടിപ്പിച്ചു. മാർച്ച് 15-നാണ് താലപ്പൊലി.
മുല്ലശ്ശേരി പഞ്ചായത്തിലെ പേനകം ഐശ്വര്യ വായനശാലയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം നടത്തി. വാർഡംഗം ശ്രീദേവി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഏനമാക്കൽ സെന്റ് മേരീസ് LP സ്കൂളിൽ പഠനോത്സവവും ദേശീയ ശാസ്ത്രദിനാഘോഷവും നടത്തി. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. തിരുവിലാമല പാമ്പാടി വടക്കേ കൂട്ടാല ഭഗവതി ക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ അഷ്ടനാഗക്കളം, ഭൂതക്കളം എന്നിവ ഭക്തിസാന്ദ്രമായി. മണ്ണൂർ ജയന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ദേശീയപാതയോരങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. തലോർ മുതൽ കുതിരാൻ വരെ മാലിന്യങ്ങൾ തള്ളുന്നത് വ്യാപകം. തൃശൂർ ചെമ്പൂക്കാവ് നവോഭവനിൽ ആരംഭിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ലൈബ്രറിയുടെയും പഠന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള നിർവഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയന്റെയും അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ AITUCയുടെയും നേതൃത്വത്തിൽ തൃശൂർ BSNL ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസിനെ ആക്സ് ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ആക്സ് പ്രസിഡന്റും ജില്ലാ കളക്ടറുമായ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വർക്കിംഗ് സമിതി യോഗത്തിലാണ് തീരുമാനം. കയ്പമംഗലം 12-ൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നു. കാളമുറിയിൽ നിർമ്മിക്കുന്ന ദേശീയപാത അടിപ്പാതയുടെ പാലത്തിലേക്കുള്ള പ്രവേശന പാത നിർമ്മിക്കുന്നതിനിടെ ഒരാഴ്ച മുമ്പാണ് കുടിവെള്ള വിതരണത്തിനുള്ള പ്രധാന പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിന്റെ നേതൃത്വത്തിൽ തൃശൂർ ടൗൺ ഹാളിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിലെ 25ഓളം ചെടിച്ചട്ടികൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. തൈക്കാട് ഓടാട്ട സുകുമാരന്റെ വീട്ടിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം നടന്നത്. അന്നക്കര കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഘവും കോൺഗ്രസ് വാർഡ് സമ്മേളനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ ധർണ നടത്തി. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 7ാം പൂജ നടന്നു. കോമരം ശ്രീനിവാസൻ ചടങ്ങുകൾക്ക് കാർമ്മികനായി. സമകാലീന മ്യൂറൽ ചിത്ര കലാകാരൻ ചാലിശ്ശേരി സ്വദേശി മണികണ്ഠൻ പുന്നക്കലിന്റെ കലാജീവിതത്തെ ആസ്പദമാക്കി പ്രശസ്ത സാഹിത്യകാരൻ P സുരേന്ദ്രൻ എഴുതിയ മണിപത്മം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഏങ്കക്കാട് നടന്ന ചടങ്ങിൽ കവി റഫീഖ് അഹമ്മദ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. പന്നിത്തടം പ്രിയദർശിനി ക്ലബ് സ്വാതന്ത്ര്യ സ്പർശം പരിപാടി സംഘടിപ്പിച്ചു. KPCC വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.